സത്യസന്ധനാണെന്നൊന്നും ഞാൻ പറയില്ല. ആദ്യം എന്തോ പറഞ്ഞല്ലോ, ഞാൻ കഥയുണ്ടാക്കുവാണെന്ന്. ഇതൊന്നും കഥയല്ല മിസ്റ്റർ ധനഞ്ജയ്. ഈ വീട്ടിൽ തീർച്ചയായും ഒരു വലിയ നിഗൂഢത തന്നെയുണ്ട്. പലരും അതിനുവേണ്ടി പോരാടുന്നുണ്ട്. അതൊരു വിലമതിക്കാനാവാത്ത വസ്തുവിന് വേണ്ടിയാണ്. ദിഗ്വിജയ് ഈ വീട്ടിലേക്ക് വരാത്തതിന് അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. സോ നിങ്ങളാരും തല പുകയ്ക്കൊന്നും വേണ്ട. എനിക്കൊരു സത്യവും അറിയില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. അല്ല, അത്രയ്ക്ക് വിലമതിക്കുന്നൊരു വസ്തു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. എന്താ ഇത്? മിസ്റ്റർ ഗോവിന്ദ്, ഒരുപാട് തലമുണ്ടാക്കണ്ട. ഈ അഭയ് വന്നിരിക്കുന്നതിനെ എല്ലാം കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും സമാധാനവും. പിന്നെ എല്ലാവരുടെ മനസ്സിലെ സംശയങ്ങളും ഞാൻ മാറ്റിത്തരാം. എല്ലാവരുടെ ഉള്ളിലും സന്തോഷം വരുത്താൻ ശ്രമിക്കാം. എന്നിട്ടേ ഈ അഭയ് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒന്നും അറിയാത്ത പോലെ നടന്ന ഈ പോലീസുകാരൻ അവസാനമെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഓക്കെ, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ എന്തൊക്കെ ചിന്തകളാ വന്നു പോയിക്കൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ആലോചിച്ചു കൂട്ടുന്നത് എന്ത് തന്നെ ആയാലും അതെന്നോട് വന്ന് പറയൂ. അത് ചിലപ്പോൾ എന്റെ അന്വേഷണത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അന്വേഷണം വേഗം കഴിയും. അല്ലെങ്കിലും കഴിയും. എന്നാൽ ഈ കേസിൽ നിങ്ങൾ ഓരോരുത്തരുടെയും റോൾ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. മോഹിനി, മോഹിനി, നീ എവിടെയാ മോഹിനി? മോഹിനി, മോഹിനി. ശേഷനാഗ, എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് നിനക്ക് ഇത്ര ദേഷ്യം? വെറും ദേഷ്യമല്ലേ മോഹിനി, കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ട്. ആരെയാണ്? ആ ശിവാനിയെ തന്നെ. ഞാൻ എവിടെയൊക്കെ പോയാലും അവള് തടസ്സമായി ഉണ്ടാകും. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നീ തന്നെയല്ലേ പറയുന്നേ? എന്നാൽ ഞാൻ അതിന് ശ്രമിക്കുമ്പോഴല്ല ശിവാനി അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ആ ശിവാനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മോഹിനി. ഞാൻ ഇന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു മോഹിനി. എന്താണത്? എനിക്ക് തടസ്സമായ ആ ശിവാനിയെ കൊന്നുകളയാൻ പോവാ. അവളെ കൊന്നുകളയുക എന്നല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല മോഹിനി. ശേഷനാഗ, എന്തിനാണ് ബാലിശമായി സംസാരിക്കുന്നത്? അവൾ ആരാണ്? ശിവാനി, ആദിശേഷന്റെ ഭാര്യ, മഹാശക്തിശാലിയായ നാഗറാണി. അവളെ കൊല്ലാനായിട്ട് നിനക്കൊരിക്കലും സാധിക്കില്ല ശേഷനാഗ. നീ മഹാബലശാലിയായിരുന്നു ശേഷനാഗ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നീ നാഗലോകനായിരുന്ന കാരണത്താൽ നിനക്ക് അത്രമാത്രം ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തി ഉപയോഗിച്ച് ശിവാനിയെ കൊല്ലാൻ ഒരിക്കലും നിനക്ക് സാധിക്കില്ല ശേഷനാഗ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുവരും ചേർന്ന് അവളെ കൊന്നുകളയാൻ സാധിക്കില്ലേ? കൊല്ലാൻ സാധിച്ചേക്കാം. എന്നാൽ അത് നമുക്ക് കഷ്ടതകളാണ് ഉണ്ടാക്കുക. ശിവാനി മരിച്ചാൽ നിനക്കൊരിക്കലും മയൂരിയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. എന്നുവെച്ചാ ആ മയൂരി ശിവാനിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് ശേഷനാഗ. ശിവാനി നാഗറാണി, മയൂരി മനുഷ്യകന്യക. മനുഷ്യകന്യകയെ നാഗലോകത്തുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ
നാഗലോകത്തുള്ളവർ ആരെങ്കിലും ആ കല്യാണം നടത്തുകയാണെങ്കിൽ അതെല്ലാവരാലും സമ്മതിക്കപ്പെടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോഹിനി. നാഗലോകത്തുള്ളവർ നാഗലോകത്തിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കണമെന്നല്ലേ നാഗലോകത്തിലെ നിയമം? ആ നിയമമുള്ളപ്പോൾ നിനക്ക് ആ മനുഷ്യ കന്യകയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. എന്നാൽ നാഗലോകത്തിലുള്ള ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായും നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുവരുടെയും കല്യാണത്തിന് ആ ശിവാനി ഒരു പാലമായി ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ ഇരുവരുടെയും കല്യാണത്തിന് ശിവാനിയുടെ ആശീർവാദം കിട്ടിയാൽ നാഗലോകത്തിൽ നിന്ന് നിന്നെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി മോഹിനി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവളുടെ മനസ്സിൽ കയറിപ്പറ്റ്. അവളുടെ സമ്മതത്തോടെ നിങ്ങളുടെ കല്യാണം നടന്നാൽ നമ്മുടെ സ്വപ്നം നടക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട ശേഷനാഗ. അവൾ എന്നെ നോക്കുന്നത് പോലുമില്ല, പിന്നല്ലേ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. സമ്മതിച്ചേ മതിയാകൂ ശേഷനാഗ. അതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അഭയ്, എന്താ? നിങ്ങളാ പറയേണ്ടത്. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ഈ വീട്ടിലെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയുന്ന കാര്യ. അതൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ആ, ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സാധാരണമല്ലേ? അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഈ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങള് നിങ്ങളും മനസ്സിലാക്കിയല്ലോ. അതെങ്ങനെയാ? ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. കാരണം ഈ വീട്ടിലുള്ള ആരും തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. തിരിച്ച് നിങ്ങളും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെയാ ഭയ്? അതെല്ലാം പ്രൊഫഷണൽ സീക്രട്സാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശത്രുക്കളോ ഐ മീൻ കുറ്റവാളികൾ അലേർട്ട് ആവും. അതാ. അപ്പോ അറിയേണ്ട സത്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. ആദ്യം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. പറയേണ്ട